ആ പപ്പാട്ടാ പണിയുണ്ടിപ്പാ എന്നാ നന്നാവൂലപ്പാ കുപ്പിണ്ടാ അല്ല ഇപ്പൊ നിങ്ങൾ വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റും. ഞാൻ വരൂ. പിന്നല്ല ആയില്ല, ഞാൻ ഇറങ്ങാം. സാധനം കൈ കിട്ടിയിട്ടില്ല. ഹലോ ഹലോ ചേട്ടാ, നിങ്ങൾ ഇന്ന് വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടാ. എടാ മോനെ, ചായ എടുത്ത് കഴിക്കും. അതൊന്നും പ്രശ്നമില്ലടോ. ചെക്കൻ ഇന്ന് രാവിലെ എത്തിനത്ര മോക്കൊരു ഫോൺ കൊടുക്കാൻ വന്നതാണോളൂ. ഫോണോ? വെറും ഫോണല്ല, ഐഫോൺ. ഐഫോണിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? 2 ലക്ഷം വിലയുണ്ട് ഫോണിന്. മോളിന്ന് താഴെ വീണാൽ വരെ പൊട്ടൂല. ഞാൻ ഇതുപോലത്തെ ഒരു സെറ്റ് പറഞ്ഞിട്ടുണ്ട്. അതിന് ഏകദേശം ഒരു 3 ലക്ഷം റുപ്യ ചെന്ന് പറഞ്ഞു. അപ്പട്ടാ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ മോളെ ഭാഗ്യ കൊട്ടാരം പോലുള്ള വീടാണ്. തിയേറ്റർ ഉണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, ബാറുണ്ട്. അങ്ങനെ ആ വീട്ടിൽ എല്ലാം ഉണ്ട്. പിന്നെ പുറത്തു പോകേണ്ട ആവശ്യമില്ല. എന്നാ വിളിച്ചു എനിക്കില്ല, എല്ലാം എൻ്റെ മോക്കുള്ളതാണ്. അന്നെ വിളിച്ചു. നിങ്ങൾ ഇങ്ങനെ നോക്കിക്കണ്ട് ഇതൊക്കെ എടുത്ത് കഴിക്കണോ മോനെ? നീ ആ ഫോൺ ആയി വെച്ചിട്ട് ഇതൊക്കെ കഴിച്ച് എന്റെ മക്കൾ ഇതൊന്നും തിന്നൂല. കൊടുത്തിട്ട് അപ്പോ അഞ്ജുനെ സുഖല്ലേ? ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസോ? അല്ല, ഹാപ്പി ഐഫോണാണ്. എന്നെ വിളിക്കണം. പിന്നെ നമുക്ക് അങ്ങോട്ട് മാറി പോയാ പോയി. എന്താണ് വണ്ടി കണ്ടു? എടാ, നീ ആ കുറത്തെ കൃഷ്ണന്റെ മോനല്ലേ? ആയിരിക്കും. അതെ അതെ, കൃഷ്ണൻ നമ്മളെ വലിയ ദോസ്ത. അത് നീ അറിയണം. ഇപ്പൊ എവിടെയുണ്ട്? കാണണല്ലോ. എന്നെ ഈ സ്ഥിതിക്കാക്കിയ അയാളാണ്. എടാ മോനെ, കേക്കണം. നീ കേൾക്കുന്ന കരഞ്ഞു പോവും. പണ്ടേ നമ്മള് കണ്ടിരുന്നു നോക്കാൻ എടാ, നിനക്ക് എന്റെ അച്ഛനെ കുറിച്ച് അറിയില്ലല്ലോ. എനക്ക് നന്നായിട്ട് അറിയാം. നീനെന്തെന്നറിയോ? ഞാൻ താഴെ, നിന്റെ അച്ഛൻ കയറി ഓടി. അവസാനം നാട്ടുകാർ വന്നപ്പോ നിന്റെ അച്ഛൻ തുള്ളി ഇറങ്ങി ഓടി. അവസാനം കുനിയെന്ന ഞാനാരായി? എടാ, എല്ലാവരും നിന്റെ കൂടെ ആരും വന്നിട്ടുണ്ടോ? എന്റെ കൂടെ വന്നിട്ട്. അപ്പൊ പ്രശ്നമില്ല. നിന്റെ അച്ഛനെ പോലെയല്ലോ. അതെന്ത്? എടാ, നീ താഴെ നിൽക്കല്ലേ? അതെന്തത്? അഞ്ചു എല്ലാം ഞാനും എന്ത് കാഴ്ച കാണുന്നത്? അപ്പൊ ഇതാണ് പരിപാടി അല്ലേ? എന്റെ അച്ഛൻ്റെ വീട്ടില് ഞാനിതാരോടും പറയാനൊന്നും പോയില്ല. പിന്നെ എന്റെ അച്ഛൻ പണ്ട് അങ്ങനെ ചെയ്തോണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പിള്ളമാരെല്ലാം ചെയ്യുന്നത് സ്വാഭാവികല്ലേ അല്ലേ മക്കളെ? പിന്നെ എന്റെ അച്ഛൻ ഒരു ക്ഷിപ്രകോപിയാണ്. ആളറിഞ്ഞ ഭയങ്കര പ്രശ്നവും. പിന്നെ നിങ്ങൾ പോകണ്ട, ഞാൻ സ്ഥിതിഗതി എന്താന്ന് അറിഞ്ഞിട്ട് വരാം. എന്നിട്ട് മാത്രം പോയത് കേട്ടാ. പോട്ടാ. രാജ കേറി വാ. രാജ, അഞ്ചൂന്ന് കെട്ടാൻ അതല്ല, എനിക്ക് പൈസ ഉണ്ടായിരുന്നു. ചെറിയ പ്രശ്നത്തില്ല. നിങ്ങളെല്ലാം അറിയുമെന്നൊക്കെ അറിയില്ല. ഒരാഴ്ച തന്ന കാര്യം പറഞ്ഞു. കാര്യം പറയാം. 1000 കൈ കൊള്ളേന്ന് പറഞ്ഞു. അപ്പൊ കാര്യം കേട്ടോ. പ്രശ്നം? 1000 കാര്യം പറയാൻ പ്രശ്നം
അല്ല ഒന്നുമില്ല, ഒരു 1000 റുപ്യ ചോദിച്ചതാ പറഞ്ഞോട്. പ്രശ്നം ഇനി പേരും കൂടെ ബാധിക്കുന്ന പ്രശ്നമാണ്, അതുകൊണ്ടാണ് അങ്ങനെയല്ല. അതെ, നമ്മളൊരു ബന്ധം വെച്ചിട്ട് അങ്ങനെ പറഞ്ഞു. അല്ല കാര്യം ഒന്നുമില്ല. നിങ്ങളെ മോളില്ലേ ആ മതിലിനപ്പുറം ഒരു ചെക്കനെ അവർ വിളിച്ചോണ്ടവരോടെ തോന്നുന്നു.